അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സ്റ്റീൽ പാത്രങ്ങളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, ഞാൻ പറയാം. പുതുതായിട്ടൊരു ഫാമിലി സെറ്റിൽ ചെയ്യുന്നവർക്കും അല്ലാതെ നിങ്ങൾ കുറച്ച് കിച്ചണിലെ കുറച്ച് പാത്രങ്ങൾ, ക്വാളിറ്റി ഉള്ള പാത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഇവിടെ ഫുജേറയിൽ നിന്ന് സഫീർ ഹൈപ്പർ മാർക്കറ്റ് എന്ന ആ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. എല്ലാവിധ ഈ പാത്രങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നത് ഒരു 15 വർഷം മുമ്പൊക്കെ ഞാൻ കണ്ടത് ഇവിടെ കോക്മാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. അത് ഇറ്റലിയുടെ ആയിരുന്നു. പക്ഷേ ഇത് സോഫ്രാം എന്ന് പറഞ്ഞാൽ കോക്മാസിന് ശേഷം വന്നതാണ് സോഫ്രാം. ഇപ്പോൾ അത് ആസ്ട്ര എന്ന് പറഞ്ഞൊരു പേരിലാണ് വരുന്നത് കേട്ടോ. നല്ല യൂസ്ഫുള്ളായ പാത്രങ്ങളാണ്. സാധാരണ ഒരു ചെറിയൊരു ഫാമിലിക്ക്, ഒരു ഫാദറും മദറും 2 ബേബീസൊക്കെ ഉള്ള ഫാമിലിക്കുള്ള അവിടെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. ആ സെറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു 9 പീസുള്ള സെറ്റാണ്. ഇങ്ങനെ ഒരു സെറ്റ്, 2 എണ്ണം ഇത്, 2 എണ്ണം ഇത്, ഇതിൻ്റെ വലുതായിട്ടൊന്നുകൂടെ അതെൻ്റെ കയ്യിലില്ല കേട്ടോ. അതും പിന്നെ ഈ ഒരു ഫ്രൈങ് പാനുമായിട്ടുള്ളതുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു സെറ്റാണ് അവിടെ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ 550 സംതിങ് ദിർഹമാണ്. ഓഫർ വരുമ്പോൾ അത് 350 ദിർഹമിന് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 9 പീസ് ഉള്ളത് അവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഇവിടെ ആമസോണിലും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ലുലുവിലും ചില സമയങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് സഫീർ ഹൈപ്പർ മാർക്കറ്റിലാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 9 പീസ് എന്ന് പറയുന്നത് 8.5 കിലോ വെയിറ്റ് വരും. എൻ്റെ ബ്രദർ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ഗൾഫിലുള്ളവരോ മക്കൾ ഗൾഫിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഇത് ഉപയോഗപ്പെടുത്തിക്കോളൂ. നാട്ടിലും കിട്ടുമെന്ന് എനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഈ 9 പീസ് പാത്രം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഇതിൻ്റെ വലിയൊരു പാത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെൻ്റെ അടുത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഞാൻ ഈ ഒരു പാത്രമാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഫാമിലി, ഇതും സോഫ്രാം തന്നെയാണ്. ഈ പാത്രം ഞാൻ 15 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രമാണ്. ഇതിലാണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, ഞങ്ങൾ മാത്രമുള്ളപ്പോൾ ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിന് അടിയിൽ ഒരു പാത്രം വെക്കുന്നില്ലേ, അതേപോലെ ഒരു പാത്രം വെച്ചാൽ മാത്രം മതി. അടിയിലൊന്നും പിടിക്കില്ല. ഞാൻ നെയ്ച്ചോറ് കഴിഞ്ഞ ദിവസം കൂടി ഇത് നെയ്ച്ചോറ് വെച്ചിട്ടുള്ളൂ. പായസം എന്തെങ്കിലും വെക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഒരാൾ വരുമ്പോൾ ചിക്കൻ കറിയോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലുള്ളൊരു പാത്രമാണ് ഇതായിരിക്കും. ഇതും അതേപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, സോഫ്രാം തന്നെയാണ്. 28 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഇതുള്ളത്. കോക്മാസ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് നാട്ടിലാണ് പാത്രം ഉള്ളത്, ഇവിടെ ഇല്ല. ഇതും അതേപോലെ 30 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഈ ഒരു പാത്രം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു നമ്മുടെ ചായൻ്റെ ഒരു മഗ് ഉണ്ട് ഇങ്ങനെ. ഇത് മഗ്ഗും വളരെ നല്ല സംഭവം, അതതിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ. പക്ഷെ ഇതെല്ലാം ഞാൻ സെറ്റായിട്ട് വാങ്ങിയതല്ല, ഞാൻ സിംഗിൾ പീസായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് ഓരോ പീസ് അങ്ങനെ വാങ്ങി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ട്. നമ്മുടെ ഇത് തുർക്കീൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിൻ്റെ ഒരു TB എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഇന്ത്യയുടെ വരുന്നുണ്ട്. അത് ചായപാത്രമാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ കറി വെക്കാനും ഫ്രൈ ചെയ്യാനൊന്നും ഈ TBയുടേത് ഇത് അടി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് പറയല്ല, ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഇത് പറഞ്ഞതാണ്. അപ്പോൾ അത്ര ഇത് 18/10 തന്നെയാണ്, പക്ഷേ അത്ര അങ്ങോട്ട് ഇത് പോയിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർ, എല്ലാവർക്കും നല്ല പറ്റുന്നവർക്ക്, നിങ്ങൾ പാത്രത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഞാൻ ചിക്കൻ കറി വെക്കാറുണ്ട്. കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കറി വെക്കൂലേ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും വറക്കാറുണ്ട്, റോസ്റ്റ് ചെയ്യാനൊക്കെ, അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇൻഷാ അല്ലാ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.